തമിഴ്നാട്ടിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം 18 മരണം. അപകടം വിരുദ്നഗർ കാട്ടനാർപട്ടി വനജ പടക്ക നിർമ്മാണശാലയിൽ നിരവധി പേർ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നു. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന ആശങ്ക. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ഇന്ധനക്ഷാമം രൂക്ഷമാകാൻ സാധ്യത. പ്രതിസന്ധി. ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകളുടെ ഗതാഗതം നിലച്ചതോടെ 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായി ഇന്ത്യയിലേക്ക് പുറപ്പെട്ട സൂപ്പർ ടാങ്കറും തടഞ്ഞു. ഇനിയൊരു കരാറുണ്ടാക്കാനുള്ള സാധ്യത വിദൂരമെന്ന് ഇറാൻ. പേടിപ്പിക്കേണ്ടെന്ന് ട്രംപ്. കേരളം കടുത്ത ചൂടിൽ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയർന്നു. വീണ്ടും റെക്കോർഡിട്ട് ഉപയോഗം. അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴുന്നു. വൈദ്യുതി വാങ്ങാൻ അനുമതി തേടി KSEB. നിതിൻ രാജിന്റെ മരണത്തിൽ വിശദീകരണവുമായി കോളേജ് മാനേജ്മെന്റ്. മരണത്തിലേക്ക് നയിച്ചത് ലോൺ ആപ്പ് ഭീഷണിയെന്ന വാർത്താക്കുറിപ്പ്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. അധികൃതരുടെ വാദം തള്ളി കുടുംബം. കുംഭമേള വൈറൽ താരത്തെയും പങ്കാളിയെയും കണ്ടെത്താനായില്ല. മധ്യപ്രദേശ് പോലീസ് മടങ്ങി. വ്യാജരേഖ ചമച്ചെന്ന പെൺകുട്ടിയുടെ പരാതിയിൽ കേസെടുക്കാതെ കേരള പോലീസ്. വയനാട് ടൌൺഷിപ്പിലെ വീട്ടിലെ വിള്ളൽ കണ്ടെത്തിയതിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. മന്ത്രി K രാജന്റെ പരിശോധന നാടകമെന്ന പ്രതിപക്ഷ നേതാവ്. ഗുരുതരമായ ക്രമക്കേടുകളാണ് നടന്നതെന്നും VD സതീശൻ. ആരോപണം തള്ളി മന്ത്രി V ശിവൻകുട്ടി. അന്വേഷണങ്ങൾ വഴിമുട്ടി. സ്വർണ്ണക്കൊള്ള കേസ്. ED SIT അന്വേഷണം എങ്ങും എത്തിയില്ല. 6 മാസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാതെ പ്രത്യേക അന്വേഷണ സംഘം. ഇത് മുൻപേ ഞങ്ങൾ പറഞ്ഞതല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ്. IPL-ൽ ഇന്ന് കൊൽക്കത്ത രാജസ്ഥാൻ പോരാട്ടം. ആദ്യ വിജയ പ്രതീക്ഷയിൽ കൊൽക്കത്ത. പഞ്ചാബ് ലക്നൌ മത്സരം വൈകിട്ട് 7:30.